ഹലോ എവ്രിവൺ, കഴിഞ്ഞ വീഡിയോയിൽ ഈ ദുപ്പട്ടയിൽ ലേസ് അറ്റാച്ച് ചെയ്യുന്നതായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിൽ പെയിന്റ് ചെയ്യാൻ നോക്കാം. ഈ ഒരു ഫ്ലവറിന്റെ പിക്ചറാണ് ഞാൻ ഇതിൽ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ട്രേസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫ്രെയിം ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. ഇത് ട്രാൻസ്പെറന്റ് ആയ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ അടിയിൽ വെച്ചിട്ട് ട്രേസ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നത്. നിങ്ങൾ എടുക്കുന്നത് കട്ടിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് ഡിസൈൻ പകർത്തി വരയ്ക്കണം. ഡിസൈൻ ട്രേസ് ചെയ്ത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനടിയിൽ ഒരു വേസ്റ്റ് പേപ്പർ വെച്ച് കൊടുക്കണം. പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്രിലിക് കളേഴ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് 15 ml ബോട്ടിലിന് 25 റുപ്പീസ് ആണ് വരുന്നത്. ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ദുപ്പട്ട ഫുൾ ആയിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റും. പെയിന്റ് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് പെയിന്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതുപോലെ ഒരു വലിയ ഡ്രോപ്പ് പെയിന്റ് എടുത്തിട്ട് ബ്രഷിൽ 3-4 ഡ്രോപ്പ് വെള്ളം കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിസൈനിന്റെ സെന്ററിലായിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. അപ്പൊ അത് സ്പ്രെഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്തത് കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി പെയിന്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ സ്പ്രെഡ് ആയിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ ബ്രഷ് ആണ്. കുറച്ചുകൂടി വലിയ ബ്രഷ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെയിന്റ് ചെയ്ത് കഴിയും. അങ്ങനെ ഫ്ലവർ ഫുൾ ആയിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കളർ എടുക്കുന്ന സമയത്ത് ബ്രഷ് നന്നായിട്ട് കഴുകിയിട്ട് തുണി വെച്ചിട്ട് തുടച്ചെടുത്ത ശേഷം മാത്രമാണ് അടുത്ത കളർ എടുക്കേണ്ടത്. ഫ്ലവറിന് കുറച്ചൊരു നാച്ചുറൽ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഫുൾ ആയിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് ഔട്ട്ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് 3D ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്. ഇതിനും 25 റുപ്പീസ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ അക്രിലിക് പെയിന്റ് വെച്ചിട്ട് ഔട്ട്ലൈനർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഔട്ട്ലൈനർ വെച്ചിട്ട് നമുക്ക് പല ക്രാഫ്റ്റ് വർക്കുകളും ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കണേ. ഇപ്പൊ പെയിന്റ് ഏകദേശം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഔട്ട്ലൈൻ ചെയ്തത് ഉണങ്ങി കഴിയുമ്പോഴാണ് ഇതിനൊരു ഷൈനിങ് വരുന്നത്. ഇതേപോലെ ചെറിയ ഫ്ലവേഴ്സ് വരയ്ക്കുമ്പോൾ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയിട്ടാണ് ഫുൾ ആയിട്ട് വരച്ചെടുത്തിട്ടുള്ളത്. ഇതിലും വലിയ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഈ ഫ്ലവേഴ്സിനുള്ളിൽ എന്തെങ്കിലും ഹാൻഡ് വർക്ക് ചെയ്താൽ ദുപ്പട്ട കുറച്ചുകൂടി ഫാൻസി ആവും. അപ്പോൾ ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫുൾ ആയിട്ട് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും.
ഞാൻ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ കാണാത്തവരെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. എന്നിട്ട് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.